ടോക്സിക് പാരൻറ്ഹുഡും പെൺകുട്ടികളുമായിട്ടുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് പറയാൻ വന്നത്. അടിച്ചമർത്തുന്ന പെൺകുട്ടികൾ, ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല, എല്ലാത്തിലും പാരൻസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാ കാര്യത്തിലും. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരു പോയിന്റിൽ അവർ വിചാരിക്കും എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതിയായിരുന്നു, ഈ ഒരു വിഷമത്തിൽ നിന്ന് എനിക്ക് മാറായിരുന്നു എന്ന് കരുതുന്ന പെൺകുട്ടികൾ വീണ്ടും ഒരു ലൂപ്പിലോട്ടാണ് ചെന്നപ്പെടുന്നത്. സെയിം പാറ്റേൺ. ഇതുപോലെ ഒരു ഹസ്ബൻഡ്, ഇപ്പോൾ ഫാദർ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഇതുപോലെയുള്ള ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല, പിന്നെ തോന്നും ഇത് എവിടെയോ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു സിറ്റുവേഷൻ ആണല്ലോ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് വരുന്നത്. ഒന്നെങ്കിൽ ഹസ്ബൻഡ് മാറും, അല്ലെങ്കിൽ ഇൻലോസ് മാറും, സിസ്റ്റർ ഇൻ ലോ, ആരാണെങ്കിലും ഇതേപോലൊരു ട്രബിൾ ആയിരിക്കും അവിടെയും കിട്ടുക. ദിസ് ഈസ് ഹൗ ദിസ് പാറ്റേൺ ഈസ് ബിൽഡിങ്. മനസ്സിലായില്ലേ? സോ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മക്കൾ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടികളുടെ അടുത്ത്. സോ ഇഫ് യു ഫീൽ ദാറ്റ്, കുട്ടികളുടെ അടുത്ത് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം, സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, പക്ഷേ ഇതാണ് ജനറേഷണലായിട്ട് നിങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഡോണ്ട് റൺ. ഇതിൽ നിന്ന് നമ്മൾക്ക് വളരാൻ പറ്റത്തില്ല. സോ ഡോണ്ട് റൺ, സ്റ്റാർട്ട് യുവർ ഹീലിംഗ്. ആൻഡ് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ജനറേഷനെ നിങ്ങൾക്ക് ഒരു ഹാപ്പിയർ സോൾസ് ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യു, ഓൺലി ഫ്രം യു. സോ സ്റ്റാർട്ട് ഹീലിംഗ്. ഹാപ്പി നമസ്തേ.